ശേഷം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നിസ്തുല്യനായ യേശു ക്രിസ്തുവിന്റെ വന്ദിനാമത്തിൽ സ്നേഹ വന്ദനങ്ങളെയും അറിയിക്കുന്നു. ഒരു വചനം വായിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 12:24. ജോൺ 12:24. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലും വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പഹിക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും ഇതേപോലെ തന്നെ കോതമ്പ് മണി നിലത്ത് വീഴണം, അത് ചാകണം. ചത്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്നും വേറെ ഒരു മുള പൊട്ടി വന്നും ആയിരക്കണക്കിന് മണികൾ അതിൽ നിന്നും ഉൽപ്പാദിതമായി തീരുകയുള്ളൂ. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് മണ്ണിൽ വീഴാത്തിടത്തോളം കാലം, ചാകാത്തിടത്തോളം കാലം അത് ഒരു പാത്രത്തിൽ വെച്ചിരുന്നാലും, അത് പത്തായത്തിൽ വെച്ചിരുന്നാലും, അത് ചാക്കിനകത്ത് കെട്ടി വെച്ചിരുന്നാലും ആയുഷ്കാലം മുഴുവനും അത് അവിടെ ഇരുന്ന് നശിച്ചു പോകുന്നതല്ലാതെ അതിൽ നിന്നും യാതൊരു ഫലങ്ങളും ലഭിക്കുവാൻ സാധ്യതയില്ല. ഈ വചനം വളരെ പ്രസക്തമാണ്. ഒരു ക്രിസ്തു വിശ്വാസി ക്രിസ്തുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ, കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ ലോകത്തെ വർജിക്കണം. ജഡമോഹങ്ങളെയും കൺമോഹങ്ങളെയും ജീവനത്തിൻ്റെ പ്രതാപങ്ങളെയും സകലത്തെയും നാം വർജിക്കണം. ഇതൊരു വർജനമാണ്, ഇതൊരു ത്യാഗമാണ്, ഇതൊരു സമർപ്പണമാണ്. കർത്താവായ യേശു ക്രിസ്തു സകല സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണ ലോകത്തിലേക്കും മനുഷ്യനായി അവതരിക്കുവാൻ ഇടയായി തീർന്നു. എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിൽ നിന്നും കുടിലിലേക്കും ഉള്ള പ്രവേശനം, സകലത്തെയും ത്യജിച്ചു. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. സകല മഹിമകളെയും ത്യജിച്ചും ഭൂമിയിൽ ഒരു മനുഷ്യനും ജനിക്കുവാൻ സാധ്യതയില്ലാത്ത താണവരിൽ ഏറ്റവും താണവനായി, ഈ ഭൂമിയിലെ ഏറ്റവും ചെറിയ ഒരു ഭിക്ഷക്കാരൻ, ഒരു സാധുവായ ദരിദ്രൻ, ജുഗി ജോബടിയിൽ താമസിക്കുന്ന ഒരു വ്യക്തി, അവിടെ ഒരു ജനനം നടന്നാലും അതിൻ്റെ ഒരു തയ്യാറെടുപ്പുകളുണ്ട്. ആ പ്ലാസ്റ്റിക് കൂടിനകത്ത് ആ ഡെലിവറിക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകളുണ്ട്. എന്നാൽ അതുപോലും ഇല്ലാതെ സത്രമെന്ന് പറയുന്നതും ധർമ്മശാല എന്ന് പറയുന്നതും സകല പരദേശികൾക്കും വന്ന് പാർക്കുവാനുള്ളതാണ്. പൂർണ്ണ ഗർഭിണിയായി ഒരു ചുവട് പോലും മുന്നോട്ട് നടക്കുവാൻ കഴിയാതെ ബർത്ത് പെയിൻ സ്റ്റാർട്ടായ തൻ്റെ ഭാര്യയെയും താങ്ങിക്കൊണ്ട് വേച്ച് ആ സത്രത്തിൽ ചെന്നിട്ടും ആരും അവരോട് കരുണ കാണിച്ചില്ല. അവിടെ ഇടം ഒരുക്കാമായിരുന്നു. ആരെങ്കിലും ഒന്ന് സുമനസ്സുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ, അല്പമെങ്കിലും ഹൃദയമുള്ളവർ, മനസാക്ഷിയുള്ളവർ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരവസ്ഥയിൽ അവരെ ആ പാതിരാത്രിയിൽ ആ കൊടും തണുപ്പിലെ ഇറക്കി ഇടുമായിരുന്നില്ല. എങ്കിലും ദൈവത്തിൻ്റെ വചനം നിറവേറേണ്ടതിന് അവൻ ദാസരൂപമെടുത്തും ഏറ്റവും താഴ്ന്നവനായി ഏതോ വഴിയരികിൽ യേശു ക്രിസ്തു പിറക്കുവാൻ ഇടയായി തീർന്നു. കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ എന്നുള്ള പാട്ടുകളൊക്കെ നമ്മൾ ക്രിസ്മസിനെ സന്തോഷിക്കാറുണ്ട്. എന്നാൽ കാലിത്തൊഴുത്തിലല്ല യേശു പിറന്നതും. യേശു പിറന്ന സ്ഥലം എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് ഇടം കിട്ടിയില്ല. അപ്പോഴാണ് എത്രത്തോളം ഈ കുഞ്ഞിനെ ഈ പെരുവഴിയിൽ ഈ കൊടുന്തണുപ്പിലും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഒരു ഗോശാല കാണുന്നതും കാലിത്തൊഴുത്ത് കാണുന്നതും ഒരല്പം തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആ കാലിത്തൊഴുത്തിൽ ഈ ശിശുവിനെ കൊണ്ടുപോയി കിടത്തിയതും.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താണവനായി, ഏറ്റവും ദരിദ്രന്മാരിൽ ദരിദ്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിൽ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. കോതമ്പ് മണി നിലത്ത് വീണ് ചാകണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. പഴയത് സകലതും കഴിഞ്ഞു പോയിരിക്കുന്നു. പഴയ മനുഷ്യൻ മരിക്കണം, പുതിയൊരു മനുഷ്യൻ ജനിക്കണം. പഴയ മനുഷ്യൻ ലോകത്തിന് മരിക്കണം, ജഡത്തിന് മരിക്കണം, ക്രിസ്തുവിൽ ജനിക്കണം. ഒരുവൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ അവൻ ലോകത്തെയും പാപത്തെയും ജഡത്തെയും ജയിച്ചവനായി മാറണം എന്നും ദൈവം ആഗ്രഹിക്കുന്നു. പൂർണ്ണമായും നമ്മൾ സ്വയത്തിൽ മരിക്കണം. ക്രിസ്തുവിനായി മാത്രം അർപ്പിക്കപ്പെട്ടവരായി മാറണം. പൗലോസ് പറഞ്ഞതുപോലെ നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ഞാനെന്ന് പറയുന്ന വ്യക്തി ഇനിയില്ല, ക്രിസ്തു മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഇനി എല്ലാം. ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയും എന്നിൽ ജീവിക്കുന്നത്. ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. അങ്ങനെ ഒരു അനുഭവം, പൂർണ്ണമായും ചത്ത ഒരു അനുഭവം. കോതമ്പ് മണി നിലത്ത് വീണ് ചാകണം. എന്തുകൊണ്ട് ദൈവം നമ്മളെ ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ നമ്മൾ ഇതുവരെയും നമ്മൾ ചത്തിട്ടുണ്ടായിട്ടില്ല. നമ്മളിൽ നിന്ന് ഇതുവരെയും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഫലം എന്തുകൊണ്ട് പുറപ്പെടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുവരെയും ഒരുപക്ഷെ നമ്മൾ ഇതുപോലെ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ, ഒരുപക്ഷെ നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു, നമുക്ക് വേണ്ടി ജീവിക്കുന്നു, ലോകത്തിന് വേണ്ടി ജീവിക്കുന്നു. ഈ ലോകത്തിലുള്ളതെല്ലാം നമ്മൾ കോൺട്രാക്ട് എടുത്ത് തലയിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നതും. അമേരിക്കയിലെ കാര്യങ്ങൾ നമ്മളാണ് നിയന്ത്രിക്കുന്നതും, ഇന്ത്യയിലെ കാര്യങ്ങൾ നമ്മളാണ് നിയന്ത്രിക്കുന്നതും, ലോകത്തിൽ നടക്കുന്നത് പലതും നമ്മുടെ അഭിപ്രായ പ്രകാരമാണ് എന്നൊക്കെയാണ്. ഇതെല്ലാം ഈ ലോകത്തിലുള്ള എല്ലാം നമ്മുടെ തലയിൽ ചുമന്നുകൊണ്ട് നമ്മൾ നടക്കുകയാണ്. നമ്മൾ ജീവിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ജീവിക്കുന്നവർ എത്രയുണ്ട് എന്നും കർത്താവിന് മാത്രമേ അറിയുകയുള്ളൂ. നമുക്കറിയാം, വെറും 4ാം ക്ലാസ് മാത്രം പഠിത്തമുണ്ടായിരുന്ന മോഡി 8 മക്കളുണ്ടായിരുന്നു. അപ്പൻ ചെറുപ്പത്തിലെ മരിച്ചുപോയി. വളരെ വികൃതിയായ കുരുത്തക്കേടുള്ള, സ്കൂളിൽ ഒന്നും പഠിക്കാത്ത, അമേരിക്കയിലാണെങ്കിലും എഴുത്തും വായനയും ഒന്നും അത്ര വലിയ വശമുണ്ടാകാതിരുന്ന DL മോഡി, ശല്യം സഹിക്കാൻ മേലാതെ ആ അമ്മ കൂലിവേല ചെയ്ത് ജീവിക്കുന്ന, അടുത്തുള്ള വീടുകളിൽ പാത്രം കഴുകി ജീവിക്കുന്ന അമ്മ $5 ഉണ്ടാക്കി അവനെ 900 മൈലുകൾക്ക് അപ്പുറമുള്ള ബോസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത് തൻ്റെ ആങ്ങളയുടെ അടുത്തേക്ക് വിട്ടു. അവൻ അവിടെ ചെന്നാൽ നന്നാകുമെന്ന് വിചാരിച്ചു. എന്തായാലും അത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനിച്ച ആ അമ്മാവൻ്റെ കൂടെ എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് ഇരിക്കേണ്ടതായി വന്നു, ദൈവവചനം വായിക്കേണ്ടതായിട്ട് വന്നു, പ്രാർത്ഥിക്കേണ്ടതായിട്ട് വന്നു. ആദ്യമൊക്കെ നിർബന്ധത്താലായിരുന്നു. പക്ഷെ പിന്നീട് ആ ഭവനത്തിൽ വ്യാപരിച്ച ദൈവ സാന്നിധ്യം. അമ്മാവന് ഒരു ഷൂക്കടയുണ്ട്. ആ ഷൂക്കടയിലും ഷൂ പൊതിഞ്ഞു കൊടുക്കുന്ന ജോലിയാണ് ഈ അനന്തരവനായ സഹോദരിയുടെ മകനായി മൂടിക്കുള്ളതും. അങ്ങനെ 17-18 വയസ്സുള്ളപ്പോൾ, ആ സമയമായപ്പോഴത്തേക്കും താൻ യേശുവിനായി തൻ്റെ ഹൃദയം സമർപ്പിച്ചിരുന്നു. വെളിയിലെ 2 മിഷണറിമാർ, ആ കടയുടെ വെളിയിൽ നിന്ന് 2 മിഷണറിമാർ ഇങ്ങനെ സംസാരിക്കുകയാണ്. പൂർണ്ണമായും ദൈവത്തിൻ്റെ കൈകളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുന്ന ഒരുവനിലൂടെ ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നും ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ചെറുപ്പക്കാരനിലേക്ക് വന്നിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞു, ആ മനുഷ്യൻ ഞാനായിരിക്കട്ടെ. കർത്താവെ, എന്നെ ഇതാ പൂർണ്ണമായിട്ടും അവിടുത്തെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, എന്നെ ഇതാ പൂർണ്ണമായിട്ടും നിന്റെ കൈകളിലേക്ക് ഒരു പന്ത് പോലെ ഞാൻ എന്നെ എറിഞ്ഞു തരുന്നു. എൻ്റെ നിയന്ത്രണം മുഴുവനും കർത്താവെ നിനക്കായി ഞാൻ സമർപ്പിക്കുന്നു. ആ സമർപ്പണം നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന സമർപ്പണ വാക്കുകളായിരുന്നില്ല. നമ്മൾ സമർപ്പിക്കും, വീണ്ടും നമ്മുടെ വഴിയിലേക്ക് പോകും. വീണ്ടും നമ്മൾ ഒരു ദൈവവചനം കേട്ട് ഉള്ളിൽ അല്പം ജീവൻ കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും നമ്മൾ സമർപ്പിക്കും, പുനർസമർപ്പണമൊക്കെ ചെയ്യും. നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് പുനർസമർപ്പണങ്ങൾ ചെയ്ത്
ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരവസ്ഥയിലെത്തി നിൽക്കുകയാണ്. എന്നാൽ ഈ ചെറുപ്പക്കാരന്റെ സമർപ്പണം പൂർണ്ണമായിരുന്നു. അവൻ പറഞ്ഞത് സത്യമായിരുന്നു. അവൻ അവനെ തന്നെ, അവന്റെ സകലതും അവൻ ഒരു പന്ത് പോലെ ദൈവത്തിന്റെ കൈകളിലേക്ക് അവനെ എറിഞ്ഞു കൊടുത്തു. നോക്കണം, വെറും 4-ാം ക്ലാസ് മാത്രം പഠിച്ച, അതും വല്ലപ്പോഴും മാത്രം സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന, വികൃതിയായിരുന്ന, അനുസരണം കെട്ടവനായിരുന്ന ആ ചെറുപ്പക്കാരനെ ദൈവം തന്റെ കരങ്ങളിൽ ഏറ്റെടുക്കുവാൻ ഇടയായി തീർന്നു. അമേരിക്കയെ മാത്രമല്ല, യൂറോപ്പിനെ മുഴുവനും ഇളക്കി മറിക്കുന്ന ഒരു വലിയ ആത്മീയ വിപ്ലവത്തിന് അത് കാരണമായി തീരുവാൻ ഇന്നും മൂടി സ്കൂളും ബൈബിൾ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങുന്നവരുടെ മേൽ അതിൻ്റെതായ ഒരു വ്യത്യാസമുണ്ട് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളും ഇതേപോലെ തന്നെ കോതമ്പ് മണി നിലത്ത് വീണ് ചാകണം. നമ്മളിൽ എത്ര പേര് സമർപ്പിക്കും, കർത്താവ് ഇതുവരെയും ഞാൻ ശരിക്കൊന്നും ചത്തിട്ടില്ല, ചത്തതുപോലെയൊക്കെ പലപ്പോഴും എനിക്ക് തോന്നും. പക്ഷേ എന്തെങ്കിലുമൊക്കെ ശബ്ദം അവിടെ ഇവിടെ കേൾക്കുമ്പോൾ ഞാൻ കണ്ണു തുറക്കും, ഞാൻ പലപ്പോഴും വായി തുറക്കും, ഞാൻ പലപ്പോഴും എഴുന്നേറ്റ് ചത്തു എന്ന് പറയുന്ന ഞാൻ എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി തുടങ്ങും. ഇങ്ങനെയൊക്കെയുള്ള ഈ അനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. എന്തായാലും പൂർണ്ണ ഹൃദയത്തോടു കൂടെ തന്നെ വീണ്ടും നമുക്കൊന്ന് സമർപ്പിക്കാം. കർത്താവെ, എന്നെ ഇതാ പൂർണ്ണമായിട്ട് വീണ്ടും ഞാൻ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അവിടെ നിന്ന് എൻ്റെ നിയന്ത്രണം മുഴുവനും ഏറ്റെടുക്കണമേ. ഒരു പന്ത് പോലെ എന്നെ ഇതാ ഞാൻ നിന്റെ കൈകളിലേക്ക് എറിഞ്ഞു തരുന്നു. ഞാൻ എനിക്ക് വേണ്ടിയല്ല കർത്താവെ, അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ലോക മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞ് മരിക്കും. എന്നാൽ ദൈവമക്കൾ എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ അവൻ എന്തില്ല, മരണമില്ല. ലോക മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞ് മരിക്കും. പക്ഷേ ദൈവമക്കൾ മരിച്ചു കഴിഞ്ഞിട്ടാണ് ജീവിതം ആരംഭിക്കുന്നത്. 2 കൊരിന്ത്യർ 5:14 ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. 2 കൊരിന്തി 5:14 എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. അതെ, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. അപ്പം നമ്മളും എന്ത് ചെയ്യണം? മരിക്കണം. നമ്മളും മരിക്കണം, നമ്മളും ചാകണം. ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തതുപോലെ നമ്മളും ചാകണം. ഒരു കാര്യം ഉറപ്പാണ്, കർത്താവിന് വേണ്ടി ജീവിക്കണമെങ്കിൽ നമുക്ക് വേണ്ടിയുള്ള ജീവിതം അവസാനിപ്പിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ സാധിക്കത്തുള്ളൂ. പലപ്പോഴും നമുക്കത് സാധിക്കുന്നില്ല. നാം ഇപ്പോഴും നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു. ചിലർ സഭയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഏതാ? ദൈവസഭയ്ക്കല്ല. അവരെ ആക്കിയിരിക്കുന്ന കോഴഞ്ചേരി സഭ, തിരുവല്ല സഭ, മട്ടാഞ്ചേരി സഭ, അല്ലെങ്കിൽ ആ സഭകൾക്ക് വേണ്ടി ജീവിക്കുന്നു, ലോകത്തിന് വേണ്ടി ജീവിക്കുന്നു, ഇതിൻ്റെ ഇടയ്ക്കും ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. പക്ഷെ ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഞെരുങ്ങിപ്പോവുകയാണ്. മുള്ളിനിടയിൽ വീണ വിത്ത് പോലെ ശരിക്ക് വളർന്ന് മുകളിലോട്ട് വരുവാൻ കഴിയാത്തത് കൊണ്ട് പലവിധമായ ചിന്തകൾ, ലോകത്തിന്റെ ചിന്ത, ജഡത്തിന്റെ ചിന്ത, വഞ്ചനം, ഇതൊക്കെ കൂടെ എങ്ങനെ സഭയിലെ പ്രശ്നങ്ങൾ, അവിടുത്തെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ കേന്ദ്രത്തിലെ പ്രശ്നം, സെൻട്രലിലെ പ്രശ്നം, സഭയിലെ പ്രശ്നങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങൾ, മക്കളുടെ പ്രശ്നങ്ങളും എന്ന് വേണ്ട ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഞെരുക്കി കളയുകയാണ്. എന്നാൽ പൂർണ്ണമായിട്ടും നമ്മൾ കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുവാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നിശ്ചയമായും ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കുവാൻ കഴിയും. സമയം കഴിഞ്ഞിട്ടില്ല. 40-ാമത്തെ വയസ്സിലാണ് മോശെ രംഗപ്രവേശം ചെയ്യുന്നത്. നല്ല ആരോഗ്യ ദൃഢഗാത്രനായി, നല്ല അതിസുന്ദരനായി, ദിവ്യസുന്ദരനായി, ആര് കണ്ടാലും ഒന്ന് നോക്കും. മിസ്രൈമിലെ മുഴുവൻ ജ്ഞാനവും അഭ്യസിച്ചു. അവൻ ജ്ഞാനത്തിൽ അഗ്രഗണ്യനായിരുന്നു. വചനം വായിക്കുന്നവൻ വിക്കനായിരുന്നില്ല, അവൻ വാക്കിലും പ്രവൃത്തിയിലും സമൃദ്ധനായിരുന്നു എന്നാണ് സ്തേഫാനോസ് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ ഒരു ദീർഘമായ പ്രസംഗം നടത്തുമ്പോൾ വെളിപ്പാടിൽ ദിവ്യജ്ഞാനത്തിലെ സ്തേഫാനോസ് വിളിച്ചു പറയുന്നു, അവൻ വാക്കിലും പ്രവൃത്തിയിലും അഗ്രഗണ്യനായിരുന്നു, ശക്തനായിരുന്നു. പക്ഷെ വിക്കനായി പോയത് 40 വർഷം ആരോടും സംസാരിക്കാനില്ലാതെ ആടുകളുടെ കൂടെ നടന്നും നാവെല്ലാം കട്ടിപിടിച്ചും സംസാരിക്കാൻ കഴിയാതെ അവസാനം നമുക്കറിയാം ഹമാസിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട ഹോളോകോസ്റ്റിലെയും അഥവാ നാസി തടങ്കിൽ നിന്ന് കടന്നു വന്നതുപോലെ ചില ആളുകൾ അസ്ഥിമഞ്ജരങ്ങളായി പുറത്തേക്ക് വന്നും അവർക്ക് സംസാരിക്കുവാൻ കഴിയുമായിരുന്നില്ല, അവർക്ക് നടക്കാൻ പോലും അവർ നടക്കുന്നത് മറന്നുപോയി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. നടക്കാൻ അവർക്ക് അറിയത്തില്ല, നടക്കാൻ മറന്നുപോയി. കാരണം വർഷങ്ങളായി
ഈ ഈ ഗുഹയ്ക്കകത്തും ഈ ടണലിനകത്തും 10-60 അടി താഴ്ചയിലുള്ള സൂര്യപ്രകാശം എത്താത്ത ഈ ഒരു മനുഷ്യന് നിന്ന് തിരിയാൻ കഴിയുന്നതും ഈ ടണലിനകത്ത് ഇട്ടിട്ടിട്ട് അവർ നടക്കാൻ മറന്നുപോയി. നമ്മൾ കാണുന്നുണ്ട്, രണ്ട് ഹമാസുമാര് അവർ രണ്ട് സൈഡിൽ നിന്ന് ഇവരെ താങ്ങി പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത് പോലാണ് അവരെ ആ സ്റ്റേജിനകത്ത് കൊണ്ടുപോയി കയറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടതും. ഇവിടെ 40 വർഷമായിട്ട് മോശ ആരോടും സംസാരിക്കാനില്ലാതെ ഈ ആടുകളുടെ കൂടെ ഈ മരുഭൂമിയിൽ അലഞ്ഞും ആ സംസാരം പോലും നഷ്ടപ്പെട്ടു, നാക്ക് തടിച്ച് വലുതായി. അപ്പം വിക്കനായി തീരുവാനിടയായി തീർന്നു. മോശ വിചാരിച്ചു 40-ാമത്തെ വയസ്സിലാണ് എന്നെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയുന്നത്. അപ്പോഴും മോശ മരിച്ചിട്ടുണ്ടായിരുന്നില്ല, കോതമ്പ് വീണ് നിലത്ത് വീണ് ചത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും മോശയ്ക്കറിയാം, ഞാനല്ലാതെ ആരാണ് ഇവരെ വിടിവിക്കുവാൻ കഴിയുന്നത്? എൻ്റെ അത്രയും ജ്ഞാനമുള്ള, എനിക്ക് അധികാരമുണ്ട്, ഞാൻ പ്രിൻസ് ആണ്, ഞാൻ ഈജിപ്തിലെ ഫറവോന്റെ കൊട്ടാരത്തിൽ വളരുന്ന ഞാൻ ശക്തനാണ്, എനിക്ക് അല്ലാതെ ആർക്ക് ഇവരെ വിടുവിക്കുവാൻ കഴിയുമെന്നുള്ള ചിന്തയൊക്കെ തൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ സമയമായില്ല, മോശ ചത്തിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് ഈജിപ്ഷ്യനെ ഒറ്റയടിക്ക് കൊന്നും അവനെ മണ്ണിനകത്ത് അവനെ പൂഴ്ത്തിക്കളയുവാൻ, അവനെ മൂടിക്കളയുവാൻ ഇടയായി തീർന്നു. എന്നിട്ട് മോശ ജീവനും കൊണ്ട് ഓടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ രക്ഷകനാണ് എന്ന് വിചാരിച്ച് രണ്ട് കൈകൊണ്ടും തന്നെ സ്വീകരിക്കുമെന്ന് വിചാരിച്ച ആ മോശയോട് ഇസ്രായേൽ മക്കൾ പറയാണ്, നിന്നെ ഞങ്ങൾക്ക് ന്യായകർത്താവായി വെച്ചത് ആരാണ്? ആരാ നിന്നെ അപ്പോയിന്റ് ചെയ്ത്? നീ ഞങ്ങളെ ഭരിക്കാനൊന്നും വരണ്ട, നീ ഞങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയൊന്നും വരണ്ട. ഇന്നലെ ഈജിപ്ഷ്യനെ അടിച്ചു കൊന്നതുപോലെ ഞങ്ങളെ അടിച്ചു കൊണ്ടാൻ വന്നതുണ്ടല്ലോ, വിവരം അറിയുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭയപ്പെട്ടു പോയി. തന്നെ രണ്ട് കൈകളും നീട്ടി സ്വീകരിക്കും, എന്നെ അവരുടെ രക്ഷകനായി സ്വീകരിക്കും, എന്നെ അവരുടെ നേതാവായി സ്വീകരിക്കുമെന്നൊക്കെ വിചാരിച്ച് നെഞ്ചി വിരിച്ച് ഭയങ്കര ഗെറ്റപ്പോടുകൂടെ ഗമയോടുകൂടെ തൻ്റെ ഇടത്തോടുകൂടെ ചെന്നതാണ്. പക്ഷേ ആ അടി കൊണ്ട് പുറം മുഴുവനും അടികൊണ്ട് പെടഞ്ഞു നടക്കുന്ന ആ ഞാഞ്ഞൂലി യഹൂദൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടുവാൻ ഇടയായി തീർന്നു. അവസാനം സകല പ്രതീക്ഷകളും അസ്തമിച്ചു, എല്ലാം അസ്തമിച്ചു. അവസാനം ആ അമ്മായിയപ്പൻ്റെ ആടുകളെ മരുഭൂമിയിലെ മേയിച്ച് ഇത്രോവിന്റെ ആടുകളെ അങ്ങനെ 40 വർഷം കഴിയുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ദൈവത്തിന് മനസ്സിലായി, ഇവൻ ചത്തു, ഇവൻ പൂർണ്ണമായിട്ടും ചത്തിരിക്കുന്നു. ഇവൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇനി ഇല്ല. ഇവനിനി എത്രയൊക്കെ വിചാരിച്ചെന്ന് പറഞ്ഞാലും ഇവൻ പഴയ ഒരു സ്വഭാവവും ഇനി ഇവനിൽ കാണുകയില്ല എന്ന് ദൈവത്തിന് മനസ്സിലായി. അങ്ങനെ 40 വർഷം കഴിഞ്ഞ് 80-ാമത്തെ വയസ്സിലും ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ദൈവം എല്ലാ തെളിവുകളും കാണിച്ചു കൊടുത്തു. ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്, ഞാൻ അബ്രഹാമിന്റെ ദൈവമാണ്, ഞാൻ ഇസഹാക്കിന്റെ ദൈവമാണ്, ഞാൻ യാക്കോബിന്റെ ദൈവമാണ്, ഞാൻ ഇസ്രായേൽ മക്കളുടെ ദൈവമാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ നാവായിരിക്കും. ദൈവം അങ്ങോട്ട് എൻകറേജ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് തുടങ്ങി. പക്ഷെ എത്ര എൻകറേജ് ചെയ്തിട്ട് ഇയാൾ എൻകറേജ് ആകുന്നില്ല. അവസാനം ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പറയുകയാണ്, ഹു ആം ഐ ടു സ്റ്റാൻഡ് ബിഫോർ ഫാറോ? ഫാറോയുടെ മുമ്പിൽ നിൽക്കുവാൻ ഞാൻ ആരുണ്ട്? ഞാൻ ഒന്നുമില്ല, ഞാൻ ഏതുമില്ല, അതിനുള്ള കഴിവ് എനിക്കില്ല. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. 40 വർഷം മുമ്പ് ഫാറോയുടെ മുമ്പിൽ നിൽക്കാൻ ഞാനല്ലാതെ വേറെ ആരുണ്ട്? ഞാനല്ലാതെ നിങ്ങളെ രക്ഷിക്കാൻ വേറെ ആരുണ്ട്? ഞാനല്ലാതെ 4 ഇംഗ്ലീഷ് പറയുവാൻ, 4 വാക്ക് സംസാരിക്കുവാൻ, 4 അറബിക്ക് സംസാരിക്കുവാൻ, 4 ഈജിപ്ഷ്യൻ പറവ ഭാഷ സംസാരിക്കുവാൻ നിങ്ങളിൽ ആരുണ്ട്? ഞാനല്ലാതെ ആരുണ്ട്? ദൈവത്തിന് കഴിവുള്ളവരെയല്ല ആവശ്യം. ഇന്ന് പലപ്പോഴും നമ്മുടെ കുഴപ്പം, സംസാരിക്കാൻ കഴിവുള്ളവരെ തേടി നമ്മൾ നടക്കുകയാണ്. അതെ, ഭരണകൂടങ്ങളോട് സംസാരിക്കുവാൻ, അതെ രാജാക്കന്മാരോട് സംസാരിക്കുവാൻ, മന്ത്രിയോട് സംസാരിക്കുവാൻ, രാജ്യങ്ങളോട് സംസാരിക്കുവാൻ, കോടതിയിൽ സംസാരിക്കുവാൻ, 4 വാക്ക് സംസാരിക്കാൻ കഴിവുള്ളവരെ തേടിയാണ് ഇന്ന് നമ്മൾ നടക്കുന്നത്. ദൈവത്തിന് അങ്ങനെ കഴിവുള്ളവരെ വേണ്ട. അങ്ങനെ കഴിവുള്ളവനെ കൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുകയില്ല. സംസാരിക്കാൻ കഴിവുള്ളവൻ അവസാനം പറയും, ഇത് എൻ്റെ കഴിവ് കൊണ്ടാണ്, നിങ്ങൾ ഇന്ന് ജയിലിൽ നിന്ന് പുറത്തു വന്നത്, നിങ്ങൾ പ്രശ്നത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടതും എൻ്റെ കഴിവ് കൊണ്ടാണ് എന്നവൻ പറയുവാനിടയായി തീരും. കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ മഹത്വം ഒരിക്കലും മനുഷ്യന് വിട്ടുകൊടുക്കുകയില്ല. എൻ്റെ മഹത്വം ഒരിക്കലും മനുഷ്യന് കൊടുക്കത്തില്ല. എൻ്റെ സ്തുതി ഞാൻ ഒരിക്കലും വിഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കുകയില്ല. എവിടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നില്ല എന്ന് ദൈവം കാണുന്നതോ അവിടെ പ്രവർത്തിക്കുന്നത് ഒരിക്കലും ദൈവമായിരിക്കില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ മോശ പറയുകയാണ്, ഹു ആം ഐ
സ്റ്റാൻഡ് ബിഫോർ ഫാറും. എനിക്ക് ഒരിക്കലും പറ്റത്തില്ല, ഞാൻ കഴിവില്ലാത്തവനാണ്, എനിക്ക് അതിന് ഒരിക്കലും സാധിക്കത്തില്ല, വേറെ ആരെങ്കിലും തിരഞ്ഞെടുത്തും. ദൈവം എത്ര പരിശ്രമിച്ചിട്ടും നടക്കുന്നില്ല. അവസാനം ദൈവത്തിന് തന്നെ അങ്ങ് ദേഷ്യം വന്നു. നോക്കണം പ്രിയപ്പെട്ടവരെ, കോതമ്പ് മണി നിലത്ത് വീണും ചത്തും. ഇപ്പോൾ മോശ പൂർണ്ണമായും ചത്തിരിക്കുകയാണ്. ഈ ചത്തവനിലൂടെയും ദൈവത്തിന് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. പിന്നീട് നമ്മൾ കാണുന്നത് വ്യത്യസ്തനായ ഒരു മനുഷ്യനെയാണ്. ഹല്ലേലൂയ. മോശയുടെ പണ്ടത്തെ സ്വഭാവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈജിപ്ഷ്യ ഈ ഈ ഈ ഇസ്രായേൽ മക്കള് ഇസ്രായേൽ മക്കൾ കാണിക്കുന്ന ഓരോ തോന്നിവാസം, പറയുന്ന വാക്കുകൾ, ഹൃദയത്തിൽ കുത്തുകൊള്ളുന്ന, പ്രകോപനം സൃഷ്ടിക്കുന്ന, കൈയില്ലാത്തവൻ കൈ പണിഞ്ഞു വെച്ച് അടി കൊടുക്കുന്ന പരിപാടികളാണ് ഇസ്രായേൽ മക്കള് പറഞ്ഞുകൊണ്ടേയിരുന്നത്, ചെയ്തുകൊണ്ടേയിരുന്നതും. എന്നിട്ടും മോശയുടെ ഒരു പഴയ സ്വഭാവവും പുറത്തു വരുവാനിടയായി തീർന്നില്ല. ഈജിപ്ഷ്യൻ എന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 ബിരിയാണിയൊക്കെ കുഴിമന്തിയൊക്കെ ഒറ്റയടിക്കിരുന്ന് കഴിക്കും. അത്രയ്ക്ക് ആരോഗ്യമുള്ളവരാണ് ഈജിപ്ഷ്യന്മാരും. അങ്ങനെയുള്ളവർ ഈജിപ്ഷ്യനാണ് ഒറ്റയടിക്ക് കൊന്നിട്ട് പിന്നെ അവനെ കുഴിച്ചിടുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല, മണ്ണിനടിയിലാക്കുക എന്നുള്ളത്. ചിലപ്പം മർമ്മത്തിന് വല്ല ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ ചത്തന്നിരിക്കും. പക്ഷേ ഒറ്റയ്ക്ക് ഒരുത്തിനെ കുഴിച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസാധാരണമായ പരിപാടിയാണ്. അവനെ ഒറ്റയ്ക്ക് മണ്ണിനടിയിൽ പൂഴ്ത്തിയതും. എന്തായാലും ഇത്രയ്ക്ക് ശക്തനായ മോശം അവസാനം നോക്കണം, ഒരു ഇസ്രായേലിനെ പോലും അടിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. അവരെ അവിടെ വഴക്കിന് പോയതായിട്ട് നമ്മൾ കാണുന്നില്ല. അലർച്ച ഉണ്ടാക്കി സംസാരിച്ചതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. തന്റെ നേരെ കല്ല് എറിയുവാൻ വേണ്ടി കല്ലെടുക്കുമ്പോൾ തന്റെ നേരെ നേതാക്കന്മാരെ കൂട്ടി യൂണിയനായിട്ട് തന്റെ നേരെ വഴക്കിന് വരുമ്പോൾ താൻ കവിണ്ണു വീണ് ദൈവസന്നിധിയിൽ കരയുന്ന ഒരു മോശയാണ് നമ്മൾ കാണുന്നത്. വചനം പറയുന്നു, മോശെ സകല മനുഷ്യരിലും വെച്ച് അതിസൗമ്യനായിരുന്നു. പ്രിയപ്പെട്ടവരെയും, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പണ്ടത്തതൊന്നും ദൈവം നോക്കുന്നില്ല. പണ്ടെത്ര ചട്ടമ്പി ആയിരുന്നെന്നും, പണ്ടെത്ര കൊമ്പം മീശക്കാരനായിരുന്നെന്നും, പണ്ട് കോപം കണ്ണിന്റെ പുരികത്തായിരുന്നെന്നും, അല്ലെ മീശയുടെ കൊമ്പത്തായിരുന്നെന്നും പലരും, ഇന്നത്തെ വിശ്വാസികളും ഇന്നത്തെ പാസ്റ്റർമാരും പലപ്പോഴും പറയാറുണ്ട്. എൻ്റെ പഴയ സ്വഭാവം എടുപ്പിക്കരുത് കേട്ടോ, എൻ്റെ പഴയ സ്വഭാവം എടുപ്പിക്കരുതും. അങ്ങനെയൊക്കെ പലരും വിശ്വാസികളും പാസ്റ്റർമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും നമ്മൾ ചത്തിട്ടില്ല. ഞാൻ ആരാണെന്ന് എനിക്കറിയാം. മുണ്ടക്കയത്തി എന്ന് ചോദിച്ചാൽ അറിയാം അച്ഛൻ കുഞ്ഞാരാണെന്ന്. നീ ഒന്ന് ചെന്ന് നോക്ക് എന്നൊക്കെ പറയുന്ന പാസ്റ്റർമാരും ഈ പറയുന്ന വിശ്വാസികളൊക്കെ ഇപ്പോഴും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ചത്തിട്ടില്ല. ചാകാതെ ഇങ്ങനെ ചത്തു എന്ന് പറഞ്ഞും ഇടയ്ക്കിടയ്ക്ക് ചാകും, ഇടയ്ക്കിടയ്ക്ക് സാഹചര്യം വരുമ്പം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നോക്കിയപ്പം ചേര പോലെ കിടക്കുന്നത്. അപ്പം ചേരയാണോ പാമ്പാണോ എന്നറിയാൻ എന്തോ ചെയ്യും. ഒന്നേ ഉള്ളൂ, ഒരു ശകലം മണ്ണ് വാരി അങ്ങോട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി, അതിൻ്റെ ദേഹത്തോട്ടൊന്ന് ഇട്ടാൽ മതി, അപ്പോഴറിയാം ഇത് ചേരയാണോ പാമ്പാണോ എന്നും. ചേരയാണെങ്കിൽ ജീവനും കൊണ്ട് എന്ത് ചെയ്യും, അത് ഓടി അങ്ങ് പോകും. പക്ഷെ പാമ്പാണെങ്കിൽ അവൻ പെട്ടെന്ന് അവൻ പത്തി വിടർത്തും, അല്ലെങ്കിൽ അവൻ തല ഉയർത്തും. അപ്പം നമ്മൾ ആരാണെന്ന് അറിയണമെങ്കിൽ അല്പം പ്രകോപനം, അല്പം നമുക്കെതിരെ എന്തെങ്കിലും ഒരു അലിഗേഷൻ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടില്ലാത്ത എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികൾ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞ അപവാദങ്ങളൊക്കെ പറയുമ്പോൾ, നമ്മളെക്കുറിച്ച് കൊതിനുണകളൊക്കെ പറഞ്ഞും പ്രചരിപ്പിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അസഹിഷ്ണുക്കളാക്കാറുണ്ട്. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ അവൻ ഇതൊന്നിനും അവൻ പ്രതികരിക്കാൻ, കാരണം ചത്തു കിടക്കുന്ന ഒരു ഡെഡ് ബോഡി, അതിനെ തുപ്പിയാൽ അവൻ പ്രതികരിക്കുമോ? ചീത്ത വിളിച്ചാൽ പ്രതികരിക്കുമോ? ചീത്ത വിളിച്ചാൽ എഴുന്നേറ്റ് 2 ചീത്ത വിളിച്ചിട്ട് വീണ്ടും കണ്ണടച്ച് കിടക്കുമോ? ഇല്ല. ചത്ത് കിടക്കുന്നവനെയും എന്തൊക്കെ അവന്റെ തുണി ഒഴിഞ്ഞെന്ന് പറഞ്ഞാലും അവന് പ്രശ്നമില്ല, അവന്റെ കരണത്തടിച്ചെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല, തുപ്പിയെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല, നിലത്ത് കിടത്തിയെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല. കാരണം ചത്തുപോയി. ചത്തവന് പിന്നെ പ്രതികരിക്കുവാൻ കഴിയത്തില്ല. പിന്നെ പ്രതികരിക്കുന്നത് മുഴുവൻ ക്രിസ്തുവാണ്, ദൈവമാണ്, ഞാനല്ല, ക്രിസ്തു അത്രേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു വെളിപ്പെടണം. നമ്മൾ മാഞ്ഞു പോകണം, നമ്മൾ മറഞ്ഞു പോകണം, നമ്മൾ മരിച്ചു പോകണം. ക്രിസ്തു നമ്മളിൽ വെളിപ്പെടുവാൻ ഇടയായി തീരണം. മത്തായി സുവിശേഷം 16:25, ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. നോക്കണം, നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്ന ഒരു പ്രത്യേക കോൺട്രാക്റ്റോട് കൂടിയാണ്.
നിങ്ങൾ ഇനി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പാടില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. നിങ്ങളിൽ വസിക്കുന്ന ജീവൻ എൻ്റെ ജീവനാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി മാത്രം ജീവിക്കണം. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ നിങ്ങൾ പോകരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ പോകരുത്. സൈന്യത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ, ക്രിസ്തുവിന്റെ സൈന്യത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ ഏത് നിമിഷവും വെടിയുണ്ട നിങ്ങളുടെ നെഞ്ചത്തേക്ക് പാഞ്ഞു വരാം. നിങ്ങൾ രണാങ്കണത്തിലാണ്, നിങ്ങൾ അങ്കത്തട്ടിലാണ് നിൽക്കുന്നതും, നിങ്ങൾ യുദ്ധത്തിന്റെയും മൈതാനത്തിലാണ് നാം നിൽക്കുന്നതും, നാം പോരാട്ട ഭൂമിയിലാണ് നിൽക്കുന്നതും. ഈ പോരാട്ട ഭൂമിയിലും ചിലപ്പം ജീവനോടെ തിരിച്ചു വന്നിരിക്കും, ചിലപ്പോൾ ആ പോക്കിലും ചിലപ്പോൾ മരിച്ചു വീഴുന്നിരിക്കും. ഒരു യോദ്ധാവിനെ സംബന്ധിച്ച് തിരിച്ചു വരുമെന്നൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. തിരിച്ചു വന്നാൽ വന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു അനുഭവമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. വെളിപ്പാട് 12:11 അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചില്ല. നാം ഒരിക്കലും നമ്മുടെ പ്രാണനെ സ്നേഹിക്കരുതും. നാം ക്രിസ്തുവിനെ സ്നേഹിക്കണം. എത്ര കാലം ജീവിച്ചിരിക്കുന്നുവോ അത്ര കാലവും നാം കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി തീരണം. ചിലരെ ദീർഘായുസ് വേണ്ടി മരിക്കാൻ പലർക്കും ആഗ്രഹമില്ല, ജീവിക്കാനാണ് കൊതി. ഇതപ്പം ദൈവം ആഗ്രഹിക്കുന്നത് 40 വർഷം ചെയ്യേണ്ടുന്ന കാര്യം 80 വർഷമായിട്ടും ചെയ്യുന്നില്ലെങ്കിൽ ഈ ആയുസ് കൊണ്ട് എന്തോ പ്രയോജനമാണ്? ഭൂമിക്ക് ഭാരമെന്നല്ലാതെ. നമ്മൾ വിചാരിക്കും വീട്ടുകാർക്കൊക്കെ നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്, മക്കൾക്ക് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ടായിരിക്കും, നാട്ടുകാർക്ക് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ടായിരിക്കും. മക്കൾ വിചാരിക്കുന്നത് അപ്പൻ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ വീട്ടിലൊരാളായാലും അറ്റ്ലീസ്റ്റ് വീട്ടിലെ ചില കാര്യങ്ങളൊക്കെ അപ്പനെ കൊണ്ട് ചെയ്യിക്കുവാൻ വേണ്ടി കഴിയും. ചില സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരാൻ കഴിയും. പിള്ളേരെ നോക്കാൻ വേണ്ടി അപ്പൻ വീട്ടിലുണ്ടെങ്കിൽ, അപ്പച്ചൻ വീട്ടിലുണ്ടെങ്കിൽ കൊച്ചുമക്കളെയൊക്കെ ഒന്ന് നോക്കിക്കൊള്ളും. നാട്ടുകാർക്ക് പ്രയോജനം, വീട്ടുകാർക്ക് പ്രയോജനമുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും, കൃഷിയൊക്കെ ചെയ്യും, കറിക്കൊക്കെ അരിഞ്ഞു കൊടുക്കും, വേണമെങ്കിൽ അല്പം ചോറും കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയും അവർക്ക് വീട്ടുകാർക്കൊക്കെ നമ്മളെ കൊണ്ട് പ്രയോജനമുണ്ട്. പലപ്പോഴും ഇവർ നെഞ്ചത്തടിച്ച് കരയുന്ന കാര്യം എന്തുവാണെന്നറിയാമോ? ഈ മരിക്കുമ്പം. കാരണം ആ ഹെൽപ്പ് മുഴുവൻ നഷ്ടപ്പെട്ടു. ഒരു മകള് പറഞ്ഞത്, ഇന്നലെയും അപ്പൻ സ്കൂട്ടിക്കകത്ത് പോയി ചന്തയിൽ പോയി സാധനം മേടിച്ചുകൊണ്ട് വന്ന അപ്പനാണ്, ഇപ്പൊ നിശ്ചലമായി കിടക്കുകയാണ്. ഇനി സ്കൂട്ടിക്കകത്ത് പോയി ചന്തയിൽ പോയി മീൻ മേടിച്ചുകൊണ്ട് വരാൻ ആളില്ല, അരി മേടിച്ചുകൊണ്ട് വരാൻ ആളില്ല, പച്ചക്കറി മേടിക്കാൻ ആളില്ല, പശുവിന് തീറ്റി കൊടുക്കാൻ അപ്പനില്ല. ആ ഒരു വേദനയാണ്. അല്ലാതെ എൻ്റെ ജീവന്റെ ജീവനായ അപ്പൻ പോയി എന്നുള്ള വേദനയേക്കാൾ വലുത് നാളെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ആരുമില്ല. പലരുടെയും വേദന ഇതാണ്. ഈ മരിക്കുമ്പോഴുള്ള ഈ സങ്കടം എന്നൊക്കെ പറയുന്നത് ഇതാണ്. ആളിനെ കൊണ്ടുള്ള പ്രയോജനം നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരും, നഷ്ടം ക്രിസ്തുവിനായിരിക്കണം. നമ്മുടെ ജീവനാണെങ്കിലും നമ്മുടെ മരണമാണെങ്കിലും നമ്മളെ കൊണ്ടുള്ള ലാഭം മുഴുവനും ക്രിസ്തുവിനായിരിക്കണം. അല്ലാതെ നമ്മുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുകയെല്ലാം അതെല്ലാം ഇവിടെ തീരും. ഒരു കാര്യം സത്യം, പലരും വിചാരിക്കും ഞാനില്ലെങ്കിൽ എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ എങ്ങനെ ജീവിക്കും, ഞാനില്ലെങ്കിൽ എൻ്റെ മക്കൾ എങ്ങനെ വളരും, ഇപ്പം തന്നെ എന്ത് കഷ്ടപ്പെട്ട ഈ കുഞ്ഞുങ്ങളെ ഒന്ന് വളർത്തുന്നതും, അപ്പൊ ഞാനും കൂടെ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായി തീരും? പ്രിയപ്പെട്ട, ഒരു കാര്യം ഞാൻ പറയാം, വിളിച്ച ദൈവം വിശ്വസനാണ്. നമ്മളെക്കാൾ നന്നായിട്ട് നമ്മുടെ ഭാര്യയെ നോക്കുവാൻ, നമ്മളെക്കാൾ നന്നായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുവാൻ ദൈവം എത്രയോ വിശ്വസനാണെന്ന് അറിയാമോ? എത്രയോ വലിയവനാണെന്ന് അറിയാമോ? കാരണം ദൈവം ആർക്കും കടക്കാരനല്ല. എത്രയോ അനുഭവങ്ങളും എത്രയോ ദൈവദാസന്മാരും ചെറുപ്രായത്തിൽ അവര് ഈ ലോകം വിട്ടു പോകുവാൻ യാത്രയായി. എത്രയോ ദൈവദാസിമാർ, എത്രയോ വിശ്വാസ മക്കളും ചെറിയ പ്രായത്തിൽ 2-3 കുഞ്ഞുങ്ങൾ വിധവകളായി തീരുവാനിടയായി തീർന്നു. പക്ഷെ അവരെല്ലാം ഒരാളിനെ പോലും ദൈവം കൈവിട്ടിട്ടില്ല. അവരെല്ലാം ദൈവം അവർ പണ്ട് ജീവിച്ചതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായിട്ട് ദൈവം അവരെ നടത്തിയിട്ടുണ്ടെന്നറിയാമോ? അതുകൊണ്ട് ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്നും മാറ്റണം. അത് നമ്മളുടെ ജീവിതം കൊണ്ട് കർത്താവിന്റെ നാമം മഹത്വപ്പെടണം. കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തിന്റെ 100% പ്രയോജനവും, നമ്മൾ ജീവിക്കുന്നത് കൊണ്ടുള്ള മുഴുവൻ ബെനിഫിറ്റുകളും ആർക്ക് കിട്ടണം? ദൈവരാജ്യത്തിന് കിട്ടണം, ദൈവത്തിന് കിട്ടണം, കർത്താവിന് കിട്ടണം. കാരണം കർത്താവ് അത്രയ്ക്ക് വലിയ വില കൊടുത്താണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നതും, വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതും. ചങ്കിലെ ചോര തന്നും പിടഞ്ഞ് 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 മരിക്കുമ്പോൾ, അടിയേറ്റ് നിലത്ത് താഴെ കിടന്ന് അടിയേറ്റ് പിടയുമ്പോൾ, നിലത്തെ താഴെയിട്ട് ചവിട്ടുമ്പോൾ, വസ്ത്രമൊഴിഞ്ഞ് അവഹേളിക്കുമ്പോൾ, അപമാനിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, നിന്ദിതനായി തീർന്നപ്പോഴും, പുറത്തെ മാംസം മുഴുവനും അടിയേറ്റ് പറഞ്ഞു പോകുമ്പോൾ, അസ്ഥി
വേദന കൊണ്ട് പിടയുമ്പോൾ, താടിരോമങ്ങൾ പിച്ചി പറിച്ചെടുക്കപ്പെടുമ്പോൾ, തലയിലെ മുൾക്കിരീടം വെച്ച് അടിച്ച് തല മുഴുവനും മുള്ളുകൾ ആഴ്ന്നിറങ്ങി വേദന കൊണ്ട് പിടയുമ്പോൾ, നെഞ്ചും മാറും വിലപ്പുറവും ഒക്കെ കുന്തം കൊണ്ട് കുത്തിക്കീറുമ്പോൾ, ആളല്ല എന്ന് തോന്നുമാറ് അടിയേറ്റ് വികൃതമായി വിരൂപനായി തീർന്നു ക്രൂശിൽ കിടന്ന് പിടയ്ക്കുന്ന കർത്താവ് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഇത്ര വലിയ ത്യാഗം എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ വേണ്ടി വലിയ വില കൊടുത്താണ്. ചെറിയ വിലയൊന്നുമല്ല. ഹി പെയ്ഡ് എ ബിഗ് പ്രൈസ്. നമുക്ക് വേണ്ടി അവൻ വലിയ വില കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് ദൈവത്തിന് നമ്മൾ അഭിമാനമുള്ള മക്കളായി തീരണം, പ്രയോജനമുള്ളവരായി തീരണം. ഒരിക്കലും ദൈവത്തിന് പരിശുദ്ധാത്മാവ് ദുഃഖിക്കാൻ പാടില്ല. നമ്മളെ വീണ്ടെടുത്ത്, ഇത്ര വലിയ വില കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തത് കൊണ്ട് ദൈവനാമം ദുഷിക്കപ്പെടാൻ പാടില്ല. മറിച്ച് നാം ദൈവത്തിന് അഭിമാനമുള്ള മക്കളായിരിക്കണം. ഒരു നിമിഷം പോലും നാം വൃഥാവാക്കി കളയരുതും. ലഭിക്കുന്ന നിമിഷങ്ങളെല്ലാം ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരണം. കർത്താവിന് വേണ്ടി എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രാർത്ഥന, അഹോരാത്രം കർത്താവിന് വേണ്ടി അധ്വാനിക്കണം. സത്യമാണ്, മുട്ടുവേദനയുണ്ട്, നെക്ക് പെയിൻ ഉണ്ട്, ബാക്ക് പെയിൻ ഉണ്ട്, ഷോൾഡർ പെയിൻ ഉണ്ട്, സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഒത്തിരി 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 ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ടും കുത്തിയിരുന്നിട്ട് കരയുകയെല്ലാം, കുഴമ്പും തേച്ചിട്ടും അല്ലെങ്കിൽ മുറിവെണ്ണയും തേച്ചിട്ട് വീട്ടിനകത്ത് കുത്തിയിരിക്കുകയെല്ലാം. നിൽക്കുവാൻ കഴിവുണ്ടെങ്കിൽ, നടക്കുവാൻ കഴിവുണ്ടെങ്കിൽ, അതേ ജീവനുള്ളിടത്തോളം പാടും ഞാൻ യേശുവിനും ജീവൻ പോവോളം നന്ദിയോടെ എന്ന് പറഞ്ഞതുപോലെ അത് യാത്ര ചെയ്യും ഞാൻ ക്രൂശിയെ നോക്കി. എൻ്റെ അവസാന ശ്വാസം വരെയും ഞാൻ അഹോരാത്രം കർത്താവിന് വേണ്ടി അധ്വാനിക്കണം. ഇന്ന് വരെ നോക്കണം, ഒരു അവസാനം ഗംഭീരമായിരിക്കണം. അതെ, തുടക്കത്തെക്കാളും ഇപ്പോൾ നമ്മുടെ അവസ്ഥകളെക്കാളും നമ്മുടെ ഒടുക്കം വളരെ ഗംഭീരമായിരിക്കണം. ഉജ്ജ്വലമായ ഒരു ഒടുക്കം, അതിമനോഹരമായ ഒരു അന്ത്യം, ക്രിസ്തുവിൽ ഒരു മരണം, ജയാളിയായിട്ടൊരു മരണം, ധീരതയോടെയുള്ള ഒരു മരണം കൊണ്ട് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം. നമ്മൾ മരണത്തെക്കുറിച്ച് സ്വപ്നം കാണണം, മരണത്തെക്കുറിച്ച് നാം അഭിമാനിക്കണം. അതെ, ശൗലിനെ പോലെ എൻ്റെ ജീവിതം ഒടുക്കത്തില്ല. കുമനിയോസിനെ പോലെ, അലക്സാണ്ടറിനെ പോലെ എൻ്റെ ജീവിതം അവസാനിക്കത്തില്ല. അതെ, ദേമാസിനെ പോലെ എൻ്റെ ജീവിതം അവസാനിക്കുകയില്ല. അതേ, പൗലോസിനെ പോലെ ഒരു അന്ത്യം എനിക്കും ലഭിക്കും. സ്വപ്നം കാണണം, മോഹിക്കണം, ആഗ്രഹിക്കണം. നമ്മളൊരു ഹിസ്റ്ററി മേക്കറായി മാറണം. അതേ, ചരിത്രം നമ്മളെ ഓർക്കണം, തലമുറകൾ നമ്മളെ ഓർക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ ഓർക്കണം, നമ്മുടെ സഭക്കാര് നമ്മൾ ശുശ്രൂഷിക്കുന്ന സഭയിലുള്ളവർ നമ്മളെ ഓർക്കണം. ചരിത്രത്തിന്റെ ഏടുകളിൽ നമ്മുടെ പ്രവൃത്തികൾ ഉണ്ടായിരിക്കണം. അല്ലാതെ ജീവിച്ചു തിന്നു ഒരു സഭയുടെ പാസ്റ്ററായി 2-3 വർഷം അവിടെ നിന്ന് പോയി ഇങ്ങനെ ജീവിച്ച് ഒരു പ്രയോജനമില്ലാതെ നമ്മൾ പോകുന്നത് കൊണ്ട് ദൈവത്തിന് വലിയ കാര്യമൊന്നുമില്ല. ചരിത്രത്തിന്റെ ഏടുകളിൽ നമ്മളും ഹിസ്റ്ററി മേക്കറായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. 1 കൊരിന്ത്യർ നമുക്കറിയാം, നമ്മൾ ഓരോ ദിവസവും എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കി. റോമർ 12:2 ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിനും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഇതൊരു ഡെയിലി പ്രോസസ്സിംഗ് ആണ്. നമ്മളും 40 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. ഞാൻ കർത്താവിന് സമർപ്പിതനാണ് എന്ന് പറഞ്ഞ് ജീവിക്കുകയല്ല, മറിച്ച് ഓരോ ദിവസവും നമ്മുടെ സമർപ്പണം എന്ത് ചെയ്യണം? പുതുക്കണം. ഞാൻ കർത്താവിന് വേണ്ടി സമർപ്പിച്ചതാണ്, ഇനി എന്തോ സമർപ്പിക്കാനാണ് എന്ന് വിചാരിച്ചിരിക്കുകയല്ല. ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥനയിൽ, കർത്താവെ എന്നെ വീണ്ടും ഇതാ സമർപ്പിക്കുന്നു, വീണ്ടും ഇതാ അവിടുത്തെ കരങ്ങളിലേക്ക്, ബലമുള്ള കൈകളിലേക്ക് എന്നെ ഇതാ എറിഞ്ഞു തരുന്നു. കർത്താവ് ഏത് രീതിയിലാണ് അങ്ങനെ ഉപയോഗിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? കർത്താവ് ഇത്രയും പ്രായമായി, എൻ്റെ പ്രായം, എൻ്റെ ആയുസ് ഇത്രയും കഴിഞ്ഞിരിക്കുന്നു, ഇനി എൻ്റെ ആയുസ് എത്രയാണെന്ന് എനിക്കറിയത്തില്ല. കർത്താവിനെ ഉപയോഗിക്കാതെ ഇരിക്കരുതേ, എന്നെ ഉപയോഗിക്കണമേ, എന്നെ അങ്ങയുടെ നാമമഹത്വത്തിനായി ഉപയോഗിക്കണമേ, അനേകായിരങ്ങളുടെ വിടുതനായി എന്നെ ഉപയോഗിക്കണമേ. ദൈവ പ്രവർത്തിക്കായി എന്നെ ഉപയോഗിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കേന്ദ്രമാക്കി എന്നെ മാറ്റണമേ. പരിശുദ്ധാത്മാവെ എന്നെ കരങ്ങളിലെടുക്കണമേ. വിടുതലിന്റെ ശുശ്രൂഷകൾ എന്നിലൂടെ ചെയ്യണമേ. അപ്പോസ്തലന്മാരുടെ കൈകളാൽ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള രോഗികളെ അവിടെ കൊണ്ടുവന്ന് അവരെല്ലാവരും സൗഖ്യമായി. അസാധാരണമായ ദൈവപ്രവൃത്തിക്കായി കർത്താവെ എന്നെ ഉപയോഗിക്കണം. നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലി മാറ്റണം.
നമ്മുടെ ഈ ഈ ജൽപ്പനം ചെയ്യുന്ന പ്രാർത്ഥന, ഈ ജൽപ്പന പ്രാർത്ഥനകളെല്ലാം മാറ്റണം. ആത്മാവിൽ പ്രാർത്ഥിക്കണം, ആത്മാവിൽ വെളിപ്പാടുകളിൽ പ്രാർത്ഥിക്കണം, വചനം വച്ച് വചനം പറഞ്ഞങ്ങോട്ട് പ്രാർത്ഥിക്കണം. കർത്താവെ, എന്നെ ഉപയോഗിക്കാതെ ഇരിക്കരുതും, അസാധാരണമായ പ്രവൃത്തിക്കായി എന്നെ ഉപയോഗിക്കണം. എൻ്റെ സഭയിൽ കർത്താവെ, എൻ്റെ സഭയുടെ ചത്ത അവസ്ഥകളെ മാറ്റണമേ നാഥം. ജഡീകന്മാരും സഭയ്ക്കകത്ത് ജഡീകന്മാരുണ്ട് കർത്താവെ, അവരെല്ലാം ആത്മികരാക്കി മാറ്റണമേ. അശുദ്ധിയുള്ളവരുണ്ട്, പാപത്തിൽ ജീവിക്കുന്നവരുണ്ട് കർത്താവെ, അവരെല്ലാം വിശുദ്ധരാക്കി മാറ്റണമേ. കർത്താവെ, നിന്റെ സാന്നിധ്യം മതി. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ നിലവിളി ഉയരും, വലിയ പാപബോധമുണ്ടായി. എത്ര കൊമ്പനായി, അരിക്കൊമ്പനേക്കാളും വലിയ കൊമ്പനായ അച്ചായനാണെങ്കിലും നിലത്ത് മുട്ടുകുത്തി, ഒരിക്കലും മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടില്ലാത്ത അച്ചായനാണെങ്കിലും നിലത്ത് മുട്ടുകുത്തും. ദൈവ സാന്നിധ്യം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സഭകളിൽ ദൈവ സാന്നിധ്യം ഒന്ന് ഇറങ്ങാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചും. സ്തോത്രം. നമ്മുടെ സഭയ്ക്കകത്ത് വിടുതൽ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ കേൾക്കുവാൻ, പിന്നീട് നമ്മുടെ സഭയിലേക്ക് വരുന്നവരെല്ലാവരും വിടുവിക്കപ്പെടുവാൻ, വാസ്തവമായും നിങ്ങളുടെ ഇടയിൽ ദൈവമുണ്ട് എന്ന് പറഞ്ഞും കവിണ്ണു വീണ് രക്ഷിക്കപ്പെടുവാൻ, ദൈവദാസന്മാർക്ക് ഹൃദയ രഹസ്യങ്ങളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുവാൻ, അഗോചരങ്ങളായ കാര്യങ്ങളെ ഗ്രഹിപ്പിക്കുവാൻ, മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ, വെളിപ്പാടുകളും ദർശനങ്ങളും പ്രാപിക്കുവാൻ, പ്രവചനാത്മാവിൽ ദൈവദാസന്മാർ നിറയപ്പെടും. വിശ്വസിച്ച് ദൈവത്തിന് എന്നെ ഉപയോഗിക്കുവാൻ വേണ്ടി കഴിയും. നമ്മുടെ ആയുസ് ഇങ്ങനെ തീരരുതും. നമ്മളിൽ ക്രിസ്തു വെളിപ്പെടണം. നമ്മുടെ ഐഡന്റിറ്റി മാറിയിട്ട് ക്രിസ്തുവിന്റെ ഐഡന്റിറ്റി നമ്മളിൽ വരുവാനിടയായി തീരണം. 1 കൊരിന്ത്യർ 15:31. സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു. ദിവസേന മരിക്കണം. ദിവസേന, ഇത് ഡെയിലി പ്രോസസ്സിംഗ് ആണ്. ഓരോ ദിവസവും മനസ്സ് പുതുക്കണം. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ കുളിച്ചു, നല്ല ഞാൻ സോപ്പിട്ട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കമ്പനിയുടെ കോസ്റ്റ്ലി സോപ്പിട്ട് ഞാൻ കുളിച്ചു. എന്നിട്ട് ഞാൻ ഏറ്റവും പുതിയ വീട്ടിനകത്ത്, എയർ കണ്ടീഷൻ റൂമിനകത്ത്, വായു ആ വെളിയിൽ നിന്ന് ഒരു പൊടിപടലങ്ങളും കയറാത്ത വീടിനകത്ത് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ വെളിയിൽ നിന്ന് അഴുക്ക് വരുവാനായിട്ട് യാതൊരു സാധ്യതകളും ഇല്ല. പക്ഷേ ഒരു ദിവസം കുളിച്ചില്ല, 2 ദിവസം കുളിച്ചില്ല, 3 ദിവസം കുളിച്ചില്ല, എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ ശരീരം നാറാൻ വേണ്ടി തുടങ്ങും, നാറ്റം പിടിക്കാൻ വേണ്ടി തുടങ്ങും. വെളിയിലെങ്ങും പോയിട്ടൊന്നുമില്ല, നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ അഴുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും. എല്ലാ ദിവസവും നാം കുളിക്കണം. കുളിക്കുന്നത് അനിവാര്യമായ ഒരു കാര്യമാണ്. അത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിനും വിശുദ്ധിക്കും അത് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം ഓരോ ദിവസവും രൂപാന്തരം പ്രാപിക്കണം. ഡയാലിസിസ് പേഷ്യന്റ് ആഴ്ചയിൽ 2 ദിവസം എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? അവരുടെ ബ്ലഡ് മാറ്റിക്കൊണ്ടിരിക്കണം. അയ്യോ, അതും ബ്ലഡ് ആയിരുന്നല്ലോ, എന്തിനാ എല്ലാ ആഴ്ചയിലും 2 പ്രാവശ്യം ബ്ലഡ് മാറ്റേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കണം, ആ ബ്ലഡ് അത് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും, 3 ദിവസം കഴിയുമ്പോഴത്തേക്കും അത് അശുദ്ധമായി തീരുകയാണ്. അതിനെ മാറ്റിയിട്ട് പുതിയ ബ്ലഡ് കുത്തി കൊടുക്കുകയാണ്. നമ്മൾ ഓരോ ദിവസവും മനസ്സ് പുതുക്കണം, രൂപാന്തരം പ്രാപിക്കണം. ഓരോ ദിവസവും കൃപമേൽ കൃപ പ്രാപിക്കണം, ശക്തിമേൽ ശക്തി പ്രാപിക്കണം. നമ്മൾ ദിവസവും മാറണം. കഴിഞ്ഞ ആഴ്ചയിൽ സമർപ്പണം പോരാം, ഇന്നലെ സമർപ്പിച്ച സമർപ്പണം പോരാം, ഇന്ന് പുതിയ സമർപ്പണം നമുക്കുണ്ടായിരിക്കണം. കർത്താവിന് സ്തോത്രം. ഇവിടെ പറയുകയാണ്, പൗലോസ് പറയാണ്, ഞാൻ ദിവസേന മരിക്കുകയാണ്, ദിവസേന ഞാൻ മരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെയും, സാധു സുന്ദർ സിംഗും ഇങ്ങനെ പറഞ്ഞു, കർത്താവിന് വേണ്ടി മരിക്കുന്നതും വളരെ നിസ്സാരമാണ്, വളരെ എളുപ്പമാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കർത്താവിന് വേണ്ടി മരിക്കുവാൻ ഞാൻ തയ്യാറാണ്, ഞാൻ കർത്താവിന് വേണ്ടി മരിക്കും. ഇത് ഇങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ സാധു സുന്ദർ സിംഗ് പറഞ്ഞത് ഇങ്ങനെയാണ്, കർത്താവിന് വേണ്ടി മരിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു വെടി ഏറ്റുകഴിഞ്ഞാൽ, ഒരു കത്തി കൊണ്ടാണെങ്കിലോ വാളുകൊണ്ടാണെങ്കിലോ കല്ലേറ് കൊണ്ടാണെങ്കിലോ നിങ്ങൾ വേഗത്തിൽ മരിക്കും. 5-10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ മരിക്കും. പക്ഷേ ഒരു ദിവസം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണമെങ്കിൽ പല പ്രാവശ്യം ഞാൻ ദിവസവും മരിക്കേണ്ടിയിരിക്കുന്നു. ഒരു ദിവസം ഒരു ജയജീവിതം നയിക്കണമെങ്കിൽ, ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ പല പ്രാവശ്യം മരിച്ചെങ്കിൽ മാത്രമേ ഒരു ദിവസം എനിക്ക് ജയജീവിതം നയിക്കുവാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. പ്രിയപ്പെട്ടവരെയും, ദിവസേന ഞാൻ മരിക്കുന്നു.
അതെ, ഞാൻ ചലിക്കുന്നുണ്ട്, ഞാൻ സംസാരിക്കുന്നുണ്ട്, ഞാൻ നടക്കുന്നുണ്ട്, പക്ഷെ ദിവസവും ഞാൻ മരിക്കുകയാണ്. കോതമ്പ് മണി നിലത്ത് വീണ് മരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഫലം കായ്ക്കുവാൻ വേണ്ടി കഴിയത്തുള്ളൂ. നമ്മുടെ ജഡസ്വഭാവങ്ങളെല്ലാം മാറണം, ജഡമയമായതെല്ലാം മാറണം. നമ്മൾ 100% ആത്മീകരായി മാറണം. നാം വിശുദ്ധരായി തീരണം. പകുതി വിശുദ്ധനും പകുതി അശുദ്ധനുമല്ല, നാം പൂർണ്ണമായും വിശുദ്ധരായി തീരണം. വിശുദ്ധി നമ്മളിൽ വെളിപ്പെടണം. കറ, ചുളുക്കം, മാലിന്യം, വാട്ടം എന്നിവയൊന്നുമില്ലാത്ത ശുദ്ധവും ശുഭ്രവുമായ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന നിർമ്മല കന്യകയായ മണവാട്ടി, കളങ്കമില്ലാത്ത മണവാട്ടി, ഊനമില്ലാത്ത മണവാട്ടി, പാതിവൃത്യമുള്ള മണവാട്ടി, അശുദ്ധി ഒട്ടും ലവലേശമില്ലാത്ത മണവാട്ടി. സ്തോത്രം. റോമാലേഖനം 8:12 വായിക്കുന്നു, ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതും ജഡത്തിനല്ല കടക്കാരനാകുന്നതും. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലും നിങ്ങൾ ജീവിക്കും. അത് ആത്മാവിനാൽ ജഡത്തിന്റെ സകല പ്രവൃത്തികളെയും മരിപ്പിക്കുവാൻ ജഡസ്വഭാവം പൂർണ്ണമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി, സകല കന്മഷവും മാറി, ശുദ്ധവും ശുഭ്രവുമായ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന നിർമ്മല കന്യകയായി തീരുവാൻ പൗലോസ് ഭയപ്പെടുകയാണ്. ക്രിസ്തു എന്ന ഏകപുരുഷന് ഞാൻ നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹം നിശ്ചയം ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതേ, ക്രിസ്തുവിന്റെ ഭക്തിയിൽ നമ്മളെല്ലാവരുമായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, അങ്ങനെ തന്നെ ഇരിക്കും. ചാകുന്നു എങ്കിലും അതിൽ നിന്നും വലിയ ഫലം ഉളവാകുവാൻ ഇടയായിത്തീരും. നമുക്ക് നമ്മളെ തന്നെ വീണ്ടും സമർപ്പിക്കാം. കർത്താവ് നമ്മളോട് കരുണ തോന്നുമാറാകട്ടെ. നമ്മളിൽ നിന്നും നമ്മളും പൂർണ്ണമായി മരിക്കുവാൻ, ചാകുവാൻ, നമ്മളിൽ നിന്ന് ഒരു പുതിയ ഒരു മുള പൊട്ടിപ്പുറപ്പെടുവാൻ, അതിൽ നിന്നും ആയിരക്കണക്കിന് മണികൾ ഉണ്ടാകുവാൻ, നാം ഫലമുള്ളവരായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ സന്ദേശം ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.